ഹായ് ഹലോ നമസ്കാരം. ആഹ് ബംഗാളി സോങ് പാടിയതിന് ശേഷം എനിക്ക് പനിയും ഇസ്നോഫീലിയൊക്കെ വന്നു. അങ്ങനെയാണ് എനിക്ക് പാടാൻ പറ്റാതിരുന്നു. ശബ്ദം മുഴുവനായിട്ട് പോയി. അങ്ങനെ ആകെപ്പാടെ ഭയങ്കര സങ്കടവും കൂടെ ആയിരുന്നു. ചുക്ക് കാപ്പി കുടിക്കുന്നുണ്ടായിരുന്നു, ആവി പിടിക്കുന്നുണ്ടായിരുന്നു. ബ്രീതിങ് ഡിഫിക്കൽട്ടി എനിക്ക് ചെറുതായിട്ടേ വരാറുള്ളൂ. എന്നാലും തുമ്മലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുമ്മൽ നിൽക്കത്തില്ല. ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ട് പിന്നെ അത് ചെറുതായിട്ട് ശ്വാസത്തിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ട് അങ്ങ് മാറി. അത് കഴിഞ്ഞ് ശബ്ദം ശരിയായില്ല. ചുക്ക് കാപ്പി കുടിക്കുന്നു, ആവിയൊക്കെ പിടിച്ചായിരുന്നു, ടാബ്ലറ്റ് കഴിച്ചു, ഒന്നും ശരിയായില്ല. ഇപ്പം എൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ ശരിക്കും ആകെ ആകെ ഭയമായിരുന്നു. കാരണം എനിക്കറിയില്ല, ആൻഷ്യസ് ആയിപ്പോയി. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നുവെച്ചാൽ എനിക്ക് ആകെയുള്ള കമ്പാനിയൻ എന്ന് പറയുന്നത് എനിക്ക് പാട്ടാണ്. എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും പാടാൻ ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് എന്താ പറയുക, എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയുന്നത് എൻ്റെ പാട്ടാണ്. അപ്പം അതാണ് എന്നെ ജീവിക്കാൻ പ്രയത്നിക്കുന്നതെന്നൊക്കെ പറയത്തില്ലേ. അപ്പം അങ്ങനെ അങ്ങനെ ഒരു ഫാക്ടറാണ്. പെട്ടെന്ന് ഇങ്ങനെ പറ്റാതായപ്പോൾ എനിക്കെന്തോ ഭയങ്കര സങ്കടം തോന്നി. അങ്ങനെ ഞാൻ ഞാൻ ഭയങ്കര സായി ഭക്തയാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ എന്താ പറയുക, എന്താ ഭഗവാനെ എനിക്കിങ്ങനെ ആകെ ഇങ്ങനെ എന്താ പറ്റിയത് ഇങ്ങനെ പെട്ടെന്നെന്നുള്ളത് എനിക്ക് എനിക്ക് തന്നെ ഉത്തരം കിട്ടിയില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ആ സ്പോട്ടിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു. അപ്പോഴിങ്ങനെ ഇടയ്ക്ക് എന്ന് വെച്ചാൽ എനിക്ക് ചെറുതായി കോൾഡൊക്കെ മാറിയല്ലോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ജലദോഷം ശരിയാകുമ്പോൾ നമ്മൾ ജസ്റ്റായിട്ടൊന്ന് ഒന്ന് പാടാം എന്ന് വിചാരിക്കും. അങ്ങനെ ട്രൈ ചെയ്തപ്പോൾ ഒന്നും ശബ്ദം ശരിയായിട്ടുണ്ടായിരുന്നില്ല, ശബ്ദമില്ല. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് വന്നപ്പോൾ എനിക്കത് കിട്ടി. എനിക്ക് ആ സ്പോട്ടിൽ തന്നെ കിട്ടി, അല്ലാതെ അരമണിക്കൂർ കഴിഞ്ഞോ അങ്ങനെയൊന്നുമല്ല. പക്ഷെ അതെൻ്റെ ഒരു വിശ്വാസമാണ്. അപ്പം എനിക്ക് പല ഭാഷകൾ പാടാനുള്ള ഇഷ്ടം കൊണ്ടാണ് പാടുന്നത്. ബംഗാളി, മറാഠി ഞാൻ മുമ്പേ പാടിയിട്ടുണ്ട്. തമിഴ്, കന്നഡ. അതെനിക്കൊരു അറ്റംപ്റ്റാണ്. കാര്യം പല ഭാഷകൾ പഠിക്കാനുള്ള ഒരു ഇഷ്ടം കൊണ്ടും അങ്ങനെ ഒരു പാഷൻ ആയതുകൊണ്ടിരുന്ന് പാടുന്നതാണ്. അപ്പോൾ എനിക്ക് എനിക്ക് 107 107 സബ്സ്ക്രൈബേഴ്സായി. പക്ഷെ എനിക്ക് എന്നാലും എല്ലാവരും, എനിക്ക് അറിഞ്ഞൂടാത്തവരുണ്ട്, അറിയാവുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. അറിയാത്തവരും നിങ്ങളെല്ലാവരും എൻ്റെ ഫാമിലിയുടെ ഒരു ഭാഗമാണ്. താങ്ക് യു ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. എത്ര പറഞ്ഞാലും മതിയാവില്ല ആ ഒരു നന്ദി. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, താങ്ക് യു. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തോ പറയാൻ വന്നായിരുന്നു. ആരോ എനിക്കൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഗോഡ് ലൈഫിലൊരു പാട്ടുണ്ടല്ലോ, നിന്നെക്കിനാവും കാണും കണ്ണിലാകെ, അങ്ങനൊരു പാട്ട് പാടണം. ഞാൻ പാടാം കേട്ടോ. സാധാരണ ഞാൻ പാടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ ആണെങ്കിൽ തുടക്ക സമയത്ത് എനിക്കങ്ങനെ പാട്ടൊന്നും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. എന്താ പറയുക, പെട്ടെന്നൊരു പാട്ടെടുത്തങ്ങ് പാടുന്നതാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കുറേ കേട്ട് അറിയാമല്ലോ, ആ പാട്ടറിയാമല്ലോ. അപ്പോൾ എന്നിട്ട് പാടുന്നതാണ്. ഇപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് എഴുതി വയ്ക്കും. അങ്ങനെ വെച്ചിട്ടാണ് പാടുന്നത്. അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിപ്പോവും, ഏത് പാടണം, എങ്ങനെ. പെട്ടെന്ന് പാടാൻ പറയുമ്പോഴത്തേക്കും ഏതാ പാടുക എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരും. അപ്പോൾ അത് ഒന്ന് ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ എഴുതി വയ്ക്കാറുണ്ട്. ഈ പാട്ട് ഞാനിങ്ങനെ മാറി മാറി ലാംഗ്വേജസ് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ ആഴ്ചയും മാറ്റി മാറ്റി പാടാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് ഈ ശബ്ദം കിട്ടിയതിൻ്റെ ഈ പറഞ്ഞ സ്റ്റോറി അതാണ്. ശബ്ദം കിട്ടിയതിൻ്റെ പിറ്റേന്നാണ് ഞാൻ ഈ ഏതോ ഏതോ ഉണ്ടെന്നുള്ള പാട്ട്, എ റഹ്മാൻ സാർ കമ്പോസ് ചെയ്ത പാട്ട്. അത് ആക്ച്വലി എനക്ക് 20 ഉനക്ക് 18 എന്ന് പറഞ്ഞൊരു മൂവിയിൽ തൃഷ ആൻഡ് തരുൺ അങ്ങനെ ഒരു ആക്ടറുണ്ട്. ഇവർ രണ്ടുപേരും അഭിനയിച്ചിട്ടുള്ളത്. ശ്രിയ ശരണും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളൊരു പാട്ടാണ്. അങ്ങനെ എടുത്തത് പാടിയതാണ്. എനിക്കിഷ്ടമുള്ള പാട്ടാണത്. അങ്ങനെ അത് പാടിയതാണ്. അപ്പോൾ എന്താ പറയുക, ഇത്രയും നാളും തന്ന സപ്പോർട്ടിനൊക്കെ വളരെ നന്ദി. പിന്നെ ഇത് ഹിന്ദി ആൾക്കാരൊക്കെ ഉണ്ട്, തമിഴ് ആൾക്കാരൊക്കെ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. ആരൊക്കെ വന്ന് കമൻറ്റ് ഇടുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയും താങ്ക് യു ആൻഡ് സ്നേഹം, ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ സപ്പോർട്ട്. താങ്ക് യു.